ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ അവിടുത്തെ സ്വരം ശ്രവിക്കുവാനായി നമുക്കിന്ന് തയ്യാറാകാം. ഇന്ന് ഒത്തിരി സ്വരങ്ങൾ, ഈ ലോകത്തിൻ്റെതായ പല ശബ്ദങ്ങളും നാം കേട്ടു. ഈ പല ശബ്ദങ്ങളിലും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായി. ലോകത്തിൻ്റെ സ്വരം ഒരിക്കലും നാം എത്തേണ്ടിടത്ത് നമ്മെ എത്തിക്കുന്നില്ല. അതിനാൽ തന്നെ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. കർത്താവിൻ്റെ സ്വരം നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും ആ സ്വരം സ്വീകരിക്കുന്നതിനും ഇന്ന് നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ലോകത്തിൻ്റെ അശുദ്ധിയിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കും. സ്വർണം ഉലയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവർ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ആ വഴിയെ നടക്കുന്നവർ ലോകത്തിൻ്റെ എല്ലാ അശുദ്ധിയിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ ദൈവസ്വരം ശ്രവിക്കുന്നവർക്ക് എപ്പോഴും ഹൃദയത്തിൽ സമാധാനമുണ്ടായിരിക്കും. അവർ ആയിരിക്കുന്ന സ്ഥലത്ത് സമാധാനമുണ്ടായിരിക്കും. അവർ വസിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനമുണ്ടായിരിക്കും. ഇന്ന് അനേകർ കുടുംബത്തിൽ സമാധാനമില്ലാതെ, ഹൃദയത്തിൽ സമാധാനമില്ലാതെ ആയിരിക്കുന്നു. ഇതിന് കാരണം നാം ദൈവത്തിൻ്റേതല്ലാത്ത എന്നാൽ ദൈവത്തിൻ്റേതുപോലുള്ള സ്വരങ്ങൾ നാം ശ്രവിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാനുള്ള കൃപയ്ക്കു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവത്തിന് മാത്രമേ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ ലോകം ദൈവത്തിൻ്റെ സ്വരത്തെ പോലെ സംസാരിക്കുമ്പോൾ അതിനെ ത്യജിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാൽ ദൈവസ്വരം നമുക്ക് പരിചയമുള്ളതായിരിക്കട്ടെ. എപ്പോഴും ദൈവസ്വരം കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം. നമ്മുടെ കാതുകളെ വിശുദ്ധീകരിക്കാം, ഹൃദയത്തെ വിശുദ്ധീകരിക്കാം. ഈ രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഈ ലോകത്തിൻ്റെ സ്വരം ശ്രവിച്ചതുകൊണ്ട് ഇന്നുവരെ ഉണ്ടായ നഷ്ടങ്ങളെ, പരാജയങ്ങളെ, തകർച്ചകളെ, അസമാധാനത്തെ, സന്തോഷമില്ലായ്മയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവേ, ഈ ലോകത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ട് അതിലൂടെ ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് അടിക്കടി ദുരിതങ്ങൾ മാത്രമായിരുന്നു, അടിക്കടി പരാജയങ്ങളും നഷ്ടങ്ങളും മാത്രമായിരുന്നു. എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സ്വരം തിരിച്ചറിയുവാനും ലോകത്തിൻ്റെ സ്വരത്തെ എന്നേക്കുമായി ഉപേക്ഷിക്കാനും ദൈവസ്വരം പോലെ തോന്നിക്കുന്ന ലോകത്തിൻ്റെ സ്വരം അത് വിവേചിച്ചറിഞ്ഞ് അതിനെ എന്നേക്കുമായി എതിർക്കാൻ, എന്നേക്കുമായി നിരാകരിക്കുവാൻ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. നിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് ആ സ്വരം സ്വീകരിക്കുവാൻ, അതിലെ നടക്കുവാൻ ഞങ്ങളെ ഇന്നും എന്നും നീ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവജനങ്ങളെ, കർത്താവേ, നിന്റെ സ്വരം ശ്രവിക്കുവാനും അത് മനസ്സിലാക്കാനുള്ള കൃപ കൊടുത്ത് ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. സങ്കീർത്തനം 29:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവ് കാദേശ് മരുഭൂമിയെ നടുക്കുന്നു. കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു. അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു. അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിനുമേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു.
കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സന്യസ്ത സമൂഹത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ സ്വരം ശ്രവിക്കാൻ ഞങ്ങളെ ഈ രാത്രിയിൽ പഠിപ്പിക്കണമേ. നിന്റെ സ്വരം ഞങ്ങൾക്ക് എപ്പോഴും പരിചയമുള്ളതാകാൻ കർത്താവേ, നീ എപ്പോഴും ഞങ്ങളോട് സംസാരിക്കുകയും നിന്റെ സ്വരം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ ലോകത്തിൻ്റെ സ്വരം ശ്രവിച്ച്, നിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന അനേകരുടെ സ്വരം ശ്രവിച്ച് ജീവിതത്തിൽ നഷ്ടങ്ങളും ഭാരങ്ങളും എങ്ങുമല്ലാതായി തീർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കർത്താവേ, താങ്ങാൻ പറ്റാത്ത കടബാധ്യതകൾ, ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത കുടുംബ പ്രശ്നങ്ങൾ, ഇത്രയധികം പ്രശ്നങ്ങളുള്ള ഈ മക്കളുടെ മേൽ ഇന്ന് നീ കരുണ തോന്നണമേ. കർത്താവേ, ഈ ലോകത്തിൻ്റെ സ്വരം ശ്രവിച്ച് അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുകയും സന്തോഷമില്ലാതാവുകയും നഷ്ടങ്ങളുടെ പട്ടികകൾ മാത്രം മുന്നിൽ കണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയായി കർത്താവേ, ഇനി മുതൽ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനുള്ള കൃപയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേകർ പല വ്യക്തികളുടെ ആത്മീയരെന്ന് തോന്നിക്കുന്ന പല വ്യക്തികളുടെ സ്വരം ശ്രവിച്ച് ജീവിതത്തിൻ്റെ പടുകുഴിയിൽ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഇന്ന് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. നിന്റെ ശുശ്രൂഷകർ തന്നെ നിന്റെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന അവസ്ഥ, ഈ അവസ്ഥയിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ വിവേചിച്ചറിയുവാനുള്ള കൃപ നൽകി ദൈവമേ, കുഞ്ഞാടിൻ്റേതുപോലെ തോന്നുന്ന ചെന്നായ്ക്കളുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് ആ സ്വരം എന്നേക്കുമായി ഉപേക്ഷിക്കുവാൻ, ആ സ്വരം കേൾക്കാതെ ഇരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. വിവേചന വരം നൽകണമേ. വിജ്ഞാനം നൽകണമേ. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാനുള്ള കരുത്ത് തരണമേ. കർത്താവേ, ആരെ കേൾക്കണം എന്നത് നീ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കണമേ. വിവേചന വരം നൽകി ഏത് ശബ്ദം കേൾക്കണം, ഏത് ശബ്ദമാണ് ദൈവത്തിൻ്റെതെന്ന് തിരിച്ചറിയാനുള്ള കൃപ തരണമേ. ഇന്ന് ലോകത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം നേട്ടമായുള്ള എൻ്റെ പ്രിയപ്പെട്ട ഈ കുടുംബാംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, യുവജനങ്ങളെ നീ കരുണയോടെ കാത്തുകൊള്ളണമേ. ഇന്നു മുതൽ സമാധാനം നൽകുന്ന ദൈവസ്വരം ശ്രവിക്കാനുള്ള ശക്തിയും ആ സ്വരം ശ്രവിച്ച് ജീവിക്കാൻ, അനുസരിക്കാൻ കൃപയും നൽകണമേ. കർത്താവേ, നിന്റെ സ്വരം ശ്രവിച്ച് നിന്നെ അനുസരിക്കാനുള്ള വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഭാരപ്പെട്ട് കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് ഇപ്പോഴത്തെ അവരുടെ പ്രതിസന്ധിയിൽ നിന്നും, അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും കർത്താവേ, നിനക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇന്ന് രാത്രിയിൽ നീ മക്കളോട് കരുണ തോന്നി ഇന്ന് ഇവരിൽ നീ പ്രവർത്തിക്കണമേ. കർത്താവേ, ഇവർക്ക് പറ്റിയ നഷ്ടങ്ങൾ, ഇവർക്ക് പറ്റിയ അബദ്ധങ്ങൾ, ഇവയെല്ലാം ഈ രാത്രിയിൽ ഇവർക്ക് വേണ്ടി ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണയോടെ ഈ സഹോദരീ സഹോദരങ്ങളെ, ഈ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് നിന്റെ ശബ്ദം തിരിച്ചറിയാനും ആ സ്വരം മാത്രം കേൾക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്നോളം ഞങ്ങൾ കേട്ട ശബ്ദങ്ങളെ തിരിച്ചറിഞ്ഞ് അനാവശ്യമായ ശബ്ദങ്ങളെ മാറ്റി നിർത്താൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും ഐക്യതയും സ്നേഹവും
ഈ രാത്രിയിൽ ഞങ്ങൾക്ക് തിരികെ തരണമേ. എന്തെന്നാൽ നിനക്കെല്ലാം സാധ്യമാണ്, നിനക്ക് ഒന്നും അസാധ്യമായില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെ, ഞങ്ങളുടെ അറിവില്ലായ്മയെ കണക്കിലെടുക്കാതെ ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കാരുണ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന, നിന്റെ ശക്തമായ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുന്ന, നിന്റെ സ്വരം ശ്രവിക്കാനായി അത് വിവേചിച്ചറിയാൻ കാത്തിരിക്കുന്ന എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ കരുണയോടെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. അവരെ സുഖപ്പെടുത്തണമേ. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു വലിയ അത്ഭുതം നടത്തി ഈ മക്കളെ അതിൽ നിന്ന് വിടുവിക്കണമേ. ശാന്തമായി കിടന്നുറങ്ങാൻ, സമാധാനപരമായ ഒരു ജീവിതം മുന്നിൽ കണ്ട് ജീവിക്കാൻ ഇനി മുതൽ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകുന്ന നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും അസമാധാനത്വവും മാറ്റി സന്തോഷം കൊണ്ട് നിറച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും അത് മാത്രം അനുസരിക്കാനും ഇനി മുതൽ അവിടുന്ന് നമുക്ക് കൃപ നൽകട്ടെ. ഈ രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായ ഒരു ഉറക്കം കർത്താവ് നൽകട്ടെ. ഇതുവരെ വന്നുപോയ പിഴവുകളെ, കുറവുകളെ, അറിവില്ലായ്മയെ എല്ലാം കർത്താവ് ക്ഷമിക്കും. ഇനി മുതൽ കർത്താവിൻ്റെ സ്വരം മാത്രം ശ്രവിക്കുക. എന്നാൽ നമ്മുടെ ജീവിതം, ഇനിയുള്ള ജീവിതം സമാധാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകാൻ കർത്താവിൻ്റെ സ്വരം മാത്രം കേൾക്കുക, അതനുസരിക്കുക, അത് വിശ്വസിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ ഉയർച്ചയുണ്ടാകും. കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സാധിക്കുന്നവർ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.